വെൽക്കം ടു മൈ ക്ലാസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുന്ന പേപ്പറിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ്. യൂണിറ്റ് ജെൻഡർ, സെക്സ്, സെക്ഷാലിറ്റി എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. എനിവേ, ജെൻഡർ, സെക്സ്, സെക്ഷാലിറ്റി എന്ന് പറയുമ്പോൾ ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യപ്പെടേണ്ട വാക്കാണ്. സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്യപ്പെടേണ്ടതാണ്. സെക്ഷാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്യപ്പെടേണ്ടതാണ്. ഈ ചാപ്റ്ററിൽ സംസാരിക്കുന്ന ഒരു ഓവർവ്യൂ, ഒന്ന് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ ആൻഡ് സോഷ്യോ കൾച്ചറൽ കൺസ്ട്രക്ഷൻ. എന്താണ് സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം? അതുപോലെ തന്നെ സോഷ്യോ കൾച്ചറൽ കൺസ്ട്രക്ഷൻ, സാംസ്കാരികമായ നിർമ്മാണത്തിൽ എങ്ങനെയാണ് ഈ സെക്സും ജെൻഡറൊക്കെ കണക്ട് ആകുന്നത്, അത് എങ്ങനെയാണ് ഈ സെക്സിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, എങ്ങനെയാണ് ജെൻഡറിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. മറ്റൊന്ന് റിലേഷൻഷിപ്പ് ഓഫ് ജെൻഡർ വിത്ത് ബയോളജി, ലേബർ ആൻഡ് സെക്ഷാലിറ്റി. ജെൻഡർ എന്ന് പറയുന്നത്, അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്ന സോഷ്യോളജി ഓഫ് ജെൻഡറിൽ മൊത്തം ചർച്ച ചെയ്യുന്ന ടേം ജെൻഡർ ആണ്. ഈ ജെൻഡറിന് ബയോളജിയുമായുള്ള ബന്ധം എന്താണ്, ലേബറുമായുള്ള ബന്ധം എന്താണ്, സെക്ഷാലിറ്റിയുമായുള്ള ബന്ധം എന്താണ്? സെക്ഷാലിറ്റി എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യപ്പെടേണ്ടതാണ്. ലൈംഗികത എന്നാണ് അതിന് മലയാളത്തിൽ നമ്മൾ സാധാരണ അർത്ഥം വെക്കുക. എനിവേ, ആൻഡ് ഹൗ ജെൻഡർ ഈസ് എ ഫോം ഓഫ് ഡൈവേഴ്സിറ്റി ആസ് വെൽ ആസ് ഹൈറാർക്കി. എങ്ങനെയാണ് ജെൻഡർ ഉണ്ട് എന്നുള്ളത് കാരണത്താൽ സമൂഹത്തിൽ വൈവിധ്യങ്ങൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് സമൂഹത്തിൽ ഹൈറാർക്കികൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രോസസ് ഓഫ് ജെൻഡർ സോഷ്യലൈസേഷൻ. ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ്. ആ ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതൊക്കെയാണ് ഈ ഒന്നാമത്തെ യൂണിറ്റിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചർച്ച എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് സെക്സ് ആൻഡ് ജെൻഡർ എന്ന് പറയുന്ന, അഥവാ സെക്സും ജെൻഡറും തമ്മിൽ നമ്മൾ പലപ്പോഴും, ഞാൻ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്സും ജെൻഡറും തമ്മിൽ നമ്മൾ പലപ്പോഴും അത് ഒന്നാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ സെക്സ് എന്താണെന്ന് ചോദിക്കുമ്പോഴും ജെൻഡർ എന്താണെന്ന് ചോദിക്കുമ്പോഴും ഒരേ ആറ്റിറ്റ്യൂഡിൽ ആൻസർ കൊടുക്കുക, രണ്ടിന്റെ ഇടയിലുള്ള വ്യത്യാസം അറിയാതിരിക്കുക. ഇത് സത്യം പറഞ്ഞാൽ അതിന്റെ ഇടയിൽ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് പല പുതിയ കാല സോഷ്യൽ സ്റ്റഡീസ് പറയുന്നത്. പക്ഷെ അതിനെയും കൗണ്ടർ ചെയ്തിട്ടുള്ള പല നരേഷൻസ് അതിലുണ്ട്. ഒന്നാമത്തത്, ദി ടേം സെക്സ് ഈസ് ബയോളജിക്കൽ. സെക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ടേം ആണ്. ബയോളജിക്കൽ ടേം ആവുമ്പോൾ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ, ഏതൊരു കുഞ്ഞ് ജനിച്ചു വീണാലും അവന്റെ സെക്സ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. ജനിച്ചു വീഴുമ്പോൾ തന്നെ പറയാൻ പറ്റുന്ന സാധനമാണ് സെക്സ് എന്ന് പറയുന്ന ടേം. പക്ഷെ അതേസമയം ദി ടേം ജെൻഡർ ഈസ് സോഷ്യൽ ഫാക്ട്. ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജനിച്ചു വീഴുമ്പോൾ തന്നെ പറയുന്നതല്ല, മറിച്ച് അതൊരു സോഷ്യൽ ഫാക്ട് ആണ്. സോഷ്യൽ ഫാക്ട് ആകുമ്പോൾ അത് സാമൂഹികമായി ഉണ്ടാകുന്നതാണ്. ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സമൂഹത്തിൽ ജീവിച്ചത് കാരണത്താൽ ആ സമൂഹത്തിൽ നിന്ന് അവനിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്ന ഒരു ഫാക്ടറായിട്ട് മാറുന്ന ടേമാണ് ജെൻഡർ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ഇടയിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നു. അത് നമ്മൾ ഈ ശേഷം പറയുന്നു. ദി ഫസ്റ്റ് ഫിലോസഫർ ടു മേക്ക് ദി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ, സൈമൺ ദി ബ്യൂവർ ഇൻ ഹെർ ക്ലാസിക്കൽ വർക്ക് ദി സെക്കൻഡ് സെക്സ്. ആദ്യമായിട്ട് സെക്സും ജെൻഡറും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് ഒന്നായിട്ട് അഡ്രസ് ചെയ്യപ്പെടേണ്ട സാധനമല്ല എന്ന് സമർത്ഥിക്കുന്നത് സൈമൺ ദി ബ്യൂവർ എന്ന് പറയുന്ന ഫിലോസഫർ, ഫെമിനിസ്റ്റ് ഫിലോസഫർ എന്ന പേരിലൊക്കെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന സ്ത്രീയാണ്. അദ്ദേഹം തന്റെ ദി സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന വർക്കിലാണ് ഇങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഒക്കെ കൊണ്ടുവരുന്നത്. എനിവേ, ആ പുസ്തകത്തിന്റെ സമ്മറി ആയിട്ട് സൈമൺ ദി ബ്യൂവർ പറയുന്ന ഒരു കാര്യമാണ്, വൺ ഈസ് നോട്ട് ബോൺ എ വിമൺ. ഒരു ആളും വിമൺ ആയിട്ട് ജനിക്കുന്നില്ല, ബട്ട് റാദർ ബിക്കംസ് എ വിമൺ. പിന്നീട് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളല്ല, അതിനാണ് ഇനി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, അത് വിശദീകരിക്കാനുള്ളതാണ്. പിന്നീട് അവൾ വിമണായി മാറുകയാണ്, അവൾ സ്ത്രീയായി മാറുകയാണ്. അപ്പം ഇതിന്റെ ഇടയിലുള്ള ഒരു വ്യത്യാസത്തിന്റെ കാതൽ എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ജെൻഡർ, വിമൺ എന്ന് പറഞ്ഞാൽ ഒരു ജെൻഡർ വേർഡാണ്, ഒരു എന്താ പറയാ, ജെൻഡർ ആയിട്ട് അഡ്രസ് ചെയ്യപ്പെടേണ്ട വേർഡാണ്. ഈ വേർഡ് ജനിക്കുമ്പോൾ തന്നെ അയാളെ കുറിച്ച് സ്ത്രീയാണെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ സാധാരണ പറയല് മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്ന സാധനമാണ്. അതേപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ വേണമെങ്കിൽ എന്താവാം, അത് എന്താ പറയാ, സെക്സ് ആണ്. ഒരാൾ ജനിക്കുമ്പോൾ മെയിൽ ആകാം, ഫീമെയിൽ ആകാം. പക്ഷെ അതേസമയം ഒരാൾ ജനിക്കുമ്പോൾ ഒരിക്കലും മാനോ വിമണോ ആകൂല. മാനും വിമണും ജെൻഡർ ടൈം ആണ്, അതേസമയം സെക്സ് ടൈം ആണ് എന്ത് നമ്മൾ ഈ പറയുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പം അതെങ്ങനെയാണ് പിന്നീട് ജെൻഡറുകൾ നിർമ്മിക്കപ്പെടുന്നത്? അത് ത്രൂ ദി പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ആണ്. ആ സോഷ്യലൈസേഷൻ പ്രോസസ് എന്താണെന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതാണ്. എനിവേ, ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇതാണ് പറയുന്നത്. രണ്ടാമത്തത് ജെൻഡർ ആൻഡ് ബയോളജി. അപ്പൊ നമ്മൾ പറഞ്ഞു ജെൻഡർ എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഡെവലപ്പ് ചെയ്യപ്പെടുന്ന സാധനമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പിന്നെ അടുത്ത ചർച്ച എന്താ, ബയോളജി ആയിട്ടും ജെൻഡറിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബയോളജി എന്ന് പറഞ്ഞാൽ വളരെ പ്രകൃതിപരമായിട്ട് മനുഷ്യനിലുള്ള സാധനമായിരിക്കും, ജനിച്ചു വീഴുമ്പോൾ തന്നെ അവർക്കുള്ളതായിരിക്കും, അത് പിന്നെ മാറ്റാനൊന്നും പറ്റൂല.
ആ രീതിയിലുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പം എന്താ പറയാ, ബയോളജിക്കൽ, നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ അധിഷ്ഠിതമായ കണ്ണ്, അതൊരു ബയോളജിക്കൽ അവയവമാണ്. അത് പിന്നീട് ആഡ് ചെയ്യപ്പെടുന്നതോ സമൂഹത്തിൽ നിന്ന് കിട്ടണമെന്നല്ലല്ലോ. അത് ആദ്യമേ ഉള്ളതാ. അങ്ങനത്തെ സാധനങ്ങൾ അത് മനുഷ്യന്റെ സ്വഭാവമാണ്, മനുഷ്യന്റെ അവയവം തന്നെയാണ്. അല്ലെങ്കിൽ ഉദാഹരണത്തിന് മുടി വരിക എന്നുള്ളത് അതൊരു ബയോളജിക്കൽ ഫാക്ട് ആണ്. അതൊരിക്കലും സാമൂഹികമായിട്ട് നിർമ്മിക്കപ്പെടുന്ന സാധനമല്ല. അപ്പൊ മുടി വരുന്നതിനെതിരെ എന്തെങ്കിലും ക്യാമ്പയിൻ നടത്തുന്നത് സത്യം പറഞ്ഞാൽ ഒരു ആന്റി നാച്ചുറൽ മൂവ്മെന്റ് ആയിരിക്കും. അത് നമ്മൾ അംഗീകരിക്കൂല. അപ്പൊ ജെൻഡറും ബയോളജിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ്. ഇപ്പൊ ഇതിൽ പറയുന്നതൊക്കെ പല രീതിയിൽ കൗണ്ടർ ചെയ്യപ്പെട്ടിട്ട് പല രീതിയിൽ എതിർക്കപ്പെട്ടിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഞാൻ ആ എതിർപ്പുകൾ അല്ലെങ്കിൽ അതിന്റെ ഡിസ്കോഴ്സുകളും അല്ലെങ്കിൽ അവിടെ നടന്ന ഡിബേറ്റുകളൊന്നും ഞാൻ മെൻഷൻ ചെയ്യാത്തത് ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതുകൊണ്ടാണ്. ഇത് ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾ വായിക്കണം നിർബന്ധമായിട്ടും. ജെൻഡർ ആൻഡ് ബയോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ട് തിയറീസ് ഓഫ് നാച്ചുറൽ ഡിഫറൻസസ് എന്ന് പറഞ്ഞിട്ട് കുറെ തിയറികൾ ഉണ്ട്. അഥവാ നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലെങ്കിൽ വിമൺ ആൻഡ് മാൻ പല കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് അല്ലെ. പല വിഷയങ്ങൾ സമൂഹത്തിൽ ചെയ്യുമ്പോൾ, ജോലി എടുക്കുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ സ്ട്രെങ്ത്തിന്റെ വിഷയത്തിൽ, അങ്ങനെ കുറെ വിഷയങ്ങളിൽ വിമണും മാനും തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളൊക്കെ നാച്ചുറൽ ഡിഫറൻസസിന്റെ ബയോളജിക്കൽ എലമെന്റ്സിന്റെ അപ്പോൾ ഡെവലപ്പ് ചെയ്തതാണ് എന്ന് പറയുന്ന തിയറികൾക്കാണ് തിയറീസ് ഓഫ് നാച്ചുറൽ ഡിഫറൻസസ് എന്ന് പറയാം. മനസ്സിലായിണ്ടാവും. തിയറീസ് ഓഫ് നാച്ചുറൽ ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വിമൻസിന്റെയും മെൻസിന്റെയും ഇടയിൽ നിലനിൽക്കുന്ന പല കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ആദ്യമേ മനുഷ്യനിൽ അണ്ടർലൈനിങ് ആയിട്ടുള്ള, ആദ്യമേ മനുഷ്യനിൽ നിലനിൽക്കുന്ന ബയോളജിക്കൽ ഫാക്ടേഴ്സിന്റെയും എലമെന്റിന്റെയും അപ്പോണിൽ ഡെവലപ്പ് ചെയ്തതാണ് എന്ന് പറയുന്ന തിയറികളൊക്കെ ആക്ച്വലി റോങ് ആണ്. അങ്ങനല്ല, അതൊക്കെ തെറ്റാണ് എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. അഥവാ അത് തെറ്റാണെന്ന് പറയാനുള്ള കാരണം, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സാധനവും ഈ പറയുന്ന ബയോളജിക്കൽ, അല്ലെങ്കിൽ ആദ്യമേ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന, അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്നതല്ല. മറിച്ച് അത് പിന്നെ സമൂഹത്തിൽ നിന്ന് സന്നിവേശിക്കപ്പെടുന്നതാണ് എന്ന്. ദി ഓൺലി ബയോളജിക്കൽ ഡിഫറൻസ് ഈസ് റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ. ആകെ മനുഷ്യനിൽ ബയോളജിക്കലായിട്ട് കൊടുക്കപ്പെടുന്ന സാധനം എന്ന് പറഞ്ഞാൽ, ബയോളജിക്കലായിട്ട് ഒരു മനുഷ്യനിൽ ആദ്യമേ ഉള്ളത്, ഒരിക്കലും മാറ്റപ്പെടാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നിലനിൽക്കുന്നത് റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻസ് മാത്രമാണ്. അഥവാ നമ്മൾ ഗർഭം ഉണ്ടായിട്ട് കുട്ടി ഉണ്ടാവാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അത് സ്ത്രീയിൽ ഉണ്ടാവുന്നതാണ്. അത് ആദ്യമേ സ്ത്രീ ജനിക്കുമ്പോൾ തന്നെ അവളിലേ ഉണ്ടാവുള്ളൂ. അത് പിന്നെ സാമൂഹികമായിട്ട് ഉണ്ടാവുന്നതൊന്നുമല്ല എന്നാണ് ഇതൊക്കെ വളരെ വലിയ രീതിയിൽ കൗണ്ടർ ചെയ്യപ്പെട്ടിട്ടുള്ള തിയറികളാണ് കേട്ടോ. ജെൻഡർ ഡിഫറൻസസ് ഓഫ് ഫങ്ഷൻസ്, ഒരാൾ എന്ത് ചെയ്യണം, ഒരാൾ എന്ത് ചെയ്യരുത് എന്നൊക്കെ പറയുന്ന ഫങ്ഷൻസ്, അതേപോലെ തന്നെ നോംസ് ആൻഡ് ബോഡി ഈസ് ഡെവലപ്ഡ് ത്രൂ ദി സോഷ്യലൈസേഷൻ, സാമൂഹികവൽക്കരണം. സമൂഹത്തിൽ ജീവിച്ചു കഴിഞ്ഞിട്ട് ആ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളാലാണ് ഒരു ജെൻഡർ, ഒരാണ് ഇന്നതൊക്കെ ചെയ്യണം, ഇന്ന രീതിയിലൊക്കെ ജീവിക്കണം, ഇന്ന കോലത്തിലാണ് അവന്റെ ബോഡി ഉണ്ടാകേണ്ടത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് സോഷ്യലൈസേഷൻ മുഖാന്തരാണ്. അല്ലാതെ അതിനൊരു ബയോളജി ആയിട്ട് പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും ഇല്ല. അതേപോലെ തന്നെ ബയോളജിക്കൽ ഡിറ്റർമിനിസം എന്ന് പറഞ്ഞാൽ എന്താ, ആണ് ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ബയോളജി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, ബയോളജി തന്നെ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന തിയറിയാണ് ബയോളജിക്കൽ ഡിറ്റർമിനിസം. അങ്ങനെ ബയോളജിക്കൽ ഡിറ്റർമിനിസം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയോളജിക്കലി സപ്പോർട്ട്സ് ദി വിമൺ സബോർഡിനേഷൻ ആൻഡ് ഒപ്രഷൻ. വിമൺ ഇങ്ങനെയൊക്കെ തന്നെയാണ്, വിമൺ രണ്ടാം നമ്പർ ആയിട്ട് നിൽക്കപ്പെടേണ്ട സമൂഹമാണ്, കമ്മ്യൂണിറ്റിയാണ് എന്ന് അത് നമ്മൾ പറയാതെ പറയായിരിക്കും അല്ലെ. ആദ്യമേ സ്ത്രീ ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ളത് അതൊരു ബയോളജിക്കലായിട്ട് ഡിറ്റർമൈൻ ചെയ്ത കാര്യമാണ് എന്ന് നമ്മൾ സമർത്ഥിച്ചാൽ എന്താ ഉണ്ടാവുക? സ്ത്രീ രണ്ടാം നമ്പർ ആയിട്ട് നിൽക്കണം എന്നുള്ളത് ബയോളജിക്കലാണ്. അപ്പൊ പിന്നെ നമ്മൾ മാറ്റാൻ പോകാൻ പാടില്ല. നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നതിന് അർത്ഥമില്ലാതാവും. വിമൺ സബോർഡിനേഷൻ, ഓപ്രഷൻ ഒക്കെ എന്തായിട്ട് മാറും? അതൊക്കെ ഐഡിയോളജിക്കലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാദമായിട്ട് എന്ത് മാറും? ബയോളജിക്കൽ ഡിറ്റർമിനിസം മാറും എന്നുള്ളതാണ് ഇതിന്റെ അടുത്തൊരു പ്രശ്നം. പിന്നെ അടുത്തത് ജെൻഡർ സോഷ്യലൈസേഷൻ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു, ഈ ജെൻഡർ സോഷ്യലൈസേഷനിലൂടെയാണ് ഓരോ ആണിന്റെയും പെണ്ണിന്റെയും എന്താ പറയാ ഫങ്ഷൻസ്, നോംസ്, വാല്യൂസ്, അവൻ എന്ത് ചെയ്യണം, അവൻ എന്ത് ചെയ്യണ്ട, അവന്റെ ബിഹേവിയർ ഒക്കെ രൂപപ്പെടുന്നത് ഈ ജെൻഡർ സോഷ്യലൈസേഷനിലൂടെയാണ് എന്നാണ് പറയുന്നത്. ദെൻ എന്താണ് ജെൻഡർ സോഷ്യലൈസേഷൻ? ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ദി പ്രോസസ് ഇൻ വിച്ച് ചിൽഡ്രൻ ഇൻ സൊസൈറ്റി ആർ അഡ്രസ്ഡ് ആൻഡ് taught to behave to be part of the society. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി എങ്ങനെ ജീവിക്കണം, ആ കുട്ടിയെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യപ്പെടേണ്ടത് എന്നൊക്കെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഒരു ജെൻഡർ സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് പറയുന്നത്, ഒരു കുട്ടിയും ജനിക്കുന്ന സമയം അവൻ ആണോ പെണ്ണോ അല്ല,
അവൻ ഇന്നത് ചെയ്യണം എന്നറിയില്ല, ഇവൻ ഇന്നത് ചെയ്യരുത് എന്നറിയില്ല. നമ്മൾ സാധാരണ അങ്ങനെ പറയല്ലോ, ആണാണെങ്കിൽ കുറച്ച് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതൊന്നും അവനക്കറിയില്ല. ഓന് വളരെ എന്താ പറയാ ഫ്രീ മെന്റാലിറ്റിയോട് കൂടെയാണ് ജനിച്ചു വീഴുന്നത്. പക്ഷെ പിന്നീട് അവൻ സമൂഹത്തിൽ നിന്ന് സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് അവൻ ആണായി മാറുന്നു, അവൻ പെണ്ണായി മാറുന്നു. ഈ പ്രോസസ്സിനാണ് സോഷ്യലൈസേഷൻ എന്ന് പറയാ. സോഷ്യലൈസേഷൻ അക്കോർഡിംഗ് ടു ജെൻഡർ, സമൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഏത് ചേഞ്ചും സോഷ്യലൈസേഷൻ ആണ്. ജെൻഡർ മാത്രമല്ല, സമൂഹം ഒരു പക്ഷേ എന്താ പറയാ കറുത്തോൽ ഇങ്ങനെ ആവണമെന്നും വെളുത്തോൽ ഇങ്ങനെ ആവണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ടാക്കിയിട്ട് അതും സോഷ്യലൈസേഷൻ ആണ്. മനസ്സിലായല്ലോ? അങ്ങനെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ സമൂഹം അഡ്രസ് ചെയ്യുന്ന, സമൂഹം വിചാരിക്കപ്പെടുന്ന ആ ബിഹേവിയറൽ രീതിയിൽ മാനറിലൊക്കെ പ്രവർത്തിക്കുക, ആ രീതിയിൽ കൊണ്ടാടുക എന്നുള്ളതാണ് സോഷ്യലൈസേഷൻ. എന്നാൽ ആ സോഷ്യലൈസേഷൻ അക്കോർഡിംഗ് ടു ജെൻഡർ, ഒരു ജെൻഡർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വ്യക്തി ആണാണ് പെണ്ണാണ് എന്നുള്ളത് കൊണ്ടുള്ള സോഷ്യലൈസേഷൻ ആണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചാണ് ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയാ, അല്ലെങ്കിൽ ജെൻഡറിങ് എന്ന് പറയാ, അല്ലെങ്കിൽ ജെൻഡർ ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയാ. ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ ഈസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് സൊസൈറ്റീസ്. വ്യത്യസ്ത സമുദായങ്ങളിൽ വ്യത്യസ്ത കോലത്തിലേക്കാണ് ജെൻഡർ നിർമ്മാണം ഉണ്ടാവുക. ജെൻഡറിന്റെ കൺസ്ട്രക്ട് നമ്മൾ പറഞ്ഞു, സാമൂഹികമായിട്ട് കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്ന, ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് ജെൻഡർ എന്ന് പറഞ്ഞു. പക്ഷെ ഈ കൺസ്ട്രക്ഷൻ ഓരോ നാട്ടിലും വ്യത്യസ്ത കോലത്തിലേക്കാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളൊരു ട്രൈബൽ കോളനി എടുക്കുക, അല്ലെങ്കിൽ ഒരു ഗോത്ര സമൂഹം എടുക്കുക. ആ ഗോത്ര സമൂഹത്തിലെ സ്ത്രീയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ഫുൾ സമയം പണിയെടുക്കുന്ന, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഒരു പക്ഷെ ആണിനേക്കാൾ മുകളിൽ പണിയെടുക്കുന്ന, വളരെ സ്റ്റാമിനയുള്ള, കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീ ആയിരിക്കും. നാടോടി പെണ്ണിനങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച അങ്ങനെ ആയിരിക്കും. തലയിൽ ചിലപ്പോൾ വലിയ ഭാരമുള്ള സാധനമൊക്കെ വെച്ചിട്ട് പോകുന്ന ഒരു സ്ത്രീ ആയിരിക്കും നമ്മൾ സങ്കല്പിക്കാൻ കഴിയുക. പക്ഷെ അതേ സ്ത്രീ ഒരു വളരെ സിവിലൈസ്ഡ് കൾച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ ഫാഷൻ മോഡൽ ആയിട്ടുള്ള, എന്നാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, എന്താ പറയാ അത്ര ഒന്നും ഭാരങ്ങൾ ചുമക്കാൻ കഴിയാത്ത ഒരു സ്ത്രീ ആയിരിക്കും. ഇത് രണ്ടും ഓരോ സമൂഹത്തിലെ സ്ത്രീകളെ നിർമ്മിക്കുന്നതാണ് എന്ന് സാരം. അങ്ങനെയാണ് ജെൻഡർ സോഷ്യലൈസേഷൻ നടപ്പിലാക്കപ്പെടുന്നത്. അതേപോലെ എങ്ങനെയാണ് ഈ ജെൻഡർ സോഷ്യലൈസേഷൻ നടപ്പിലാക്കപ്പെടുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട സം ഡൊമിനന്റ് വേസ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ ഡിഫറൻസ്, എങ്ങനെയാണ് ജെൻഡർ ഡിഫറൻസസ് ഉണ്ടാവുന്നത്, ആ ഡിഫറൻസസിനെ ഡെവലപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില രീതികളാണ് ഈ പറയുന്നത്. ഒന്ന് ഡ്രസ്സ്, അല്ലെ? നമ്മൾ സ്ത്രീകൾക്ക് ഇന്ന കോലത്തിലുള്ള ഡ്രസ്സ് എടുത്തെടുക്കും, ആണുങ്ങൾക്ക് ഈ കോലത്തിലുള്ള ഡ്രസ്സ് എടുത്തെടുക്കും. അപ്പൊ ഈ ഡ്രസ്സിന്റെ ഇടയിലുള്ള ഡിഫറൻസസ് സ്വാഭാവികമായിട്ട് ഒരാളെ ആണായിട്ടും മറ്റൊരാളെ പെണ്ണാക്കിയിട്ടും മാറ്റും. അതുപോലെ തന്നെ സ്പെസിഫിക് ക്വാളിറ്റീസ് ആൻഡ് ആട്രിബ്യൂട്ട്സ്, ഇന്ന ക്വാളിറ്റീസ്, ചില അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് നീ ആണാണ്, അതുകൊണ്ട് നീ ബ്രേവ് ആവണം, നീ സ്ട്രോങ് ആവണം. പെണ്ണാണെങ്കിലോ, പെണ്ണിനോട് സ്ട്രോങ്ങും ബ്രേവും അല്ല പറയാ. നമ്മൾ എന്താ പറയാ, നമ്മൾ അവളോട് പറയാ ഇജ്ജ് വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ അവളോട് എന്താ പറയാ ഇജ്ജ് സ്നേഹമുള്ളവളാവണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാ. ഉമ്മയെ സഹായിക്കണം, അങ്ങനെയൊക്കെ ഓരോന്നായിരിക്കും നമ്മൾ പറയാ. സ്പെസിഫിക് ക്വാളിറ്റീസ്, ആണിന് വേറെ ക്വാളിറ്റീസ് ആണ് നമ്മൾ കാണുന്നത്, പെണ്ണിന് വേറെ ക്വാളിറ്റീസ് ആണ്. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ആണിന് വേറെ റോളാണുള്ളത്, വേറെ റെസ്പോൺസിബിലിറ്റീസ് ആണുള്ളത്, സ്ത്രീക്ക് വേറെയാണ് ഉള്ളത്, അല്ലെ? നമ്മൾ ആണുങ്ങൾക്ക് വലിയ വലിയ കമ്പനികളുടെ മാനേജർ ആവാനും ഇതിനൊക്കെ ആയിരിക്കും കൊതിക്കുക. പെണ്ണുങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണുന്നത് വീടിനുള്ളിൽ വളരെ മനോഹരമായിട്ട് ഭരിക്കാന്നൊക്കെ ആയിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് ഒരാണിനെ ആണാക്കിയിട്ടും പെണ്ണിനെ പെണ്ണാക്കിയിട്ടും മാറ്റുന്നത്, അഥവാ ജെൻഡർ സോഷ്യലൈസേഷൻ നടപ്പിലാക്കപ്പെടും. ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ജനിച്ചു വീണ് കഴിഞ്ഞ ആ കുഞ്ഞിനെ ആണാക്കിയിട്ടും പെണ്ണാക്കിയിട്ടും മാറ്റുന്ന പ്രധാനപ്പെട്ട 3 ഘടകമാണ്. ഒന്ന്, ആ ഡ്രസ്സ്, അവനക്ക് ഇട്ടുകൊടുക്കുന്ന ഡ്രസ്സ് ആണിന്റേതാവോ പെണ്ണിന്റേതാവോ ആ രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടുക. അതേപോലെ തന്നെ സ്പെസിഫിക് ക്വാളിറ്റീസ്, ആട്രിബ്യൂട്ട്സ്, ബ്രേവ് പോലെ, സ്ട്രോങ് പോലെ, ലവ് പോലെ, കെയർ പോലെ. ആൻഡ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആദ്യം തന്നെ എന്ത് ചെയ്യും, വീട്ടിന് ഇമ്മയെ സഹായിക്കാനൊക്കെ ഏൽപ്പിച്ചിട്ട് അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി ഓൾക്ക് ഉണ്ട് എന്ന് നമ്മൾ വരുത്തി തീർക്കുമല്ലോ. ഇതൊക്കെ ജെൻഡർ സോഷ്യലൈസേഷന്റെ ഭാഗമാണ്. അതെ, അക്കോർഡിംഗ് ടു റൂത്ത് ഹാലി, സോഷ്യലൈസേഷൻ ടേക്സ് പ്ലേസ് ത്രൂ ദി 4 പ്രോസസ്. റൂത്ത് ഹാലി എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് ചിന്തകയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് സോഷ്യലൈസേഷൻ ഉണ്ടാകുന്നത് 4 പ്രോസസ്സിലൂടെയാണ്. ഈ 4 പ്രോസസ്സ് ഉണ്ടാകുമ്പോഴാണ് സോഷ്യലൈസേഷൻ അങ്ങനെ സാമൂഹികവൽക്കരണം നടന്നാണ് ജെൻഡർ രൂപാന്തരപ്പെടുന്നത് എന്നാണ് റൂത്ത് ഹാലി പറയുന്നത്. അതിൽ ഒന്നാമത്തത് മാനിപ്പുലേഷൻ ആണ്. എന്താ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ദി വേസ് ഇൻ വിച്ച് എ ചൈൽഡ് ഈസ് ഡയറക്റ്റഡ് ടു ദി എക്സ്പെക്ടഡ് ബിഹേവിയേഴ്സ്. എങ്ങനെ ആദ്യം തന്നെ സമൂഹം തീരുമാനിച്ചിട്ടുണ്ടാവും, ജനിച്ചു വീണ ഒരു കുട്ടി, അയാൾ ചിലപ്പോൾ മെയിലായിരുന്നു കൂട്ടുക, ആ മെയിലായ ഒരു കുട്ടി ഇങ്ങനെയും ഇങ്ങനെയൊക്കെയാണ് ആവേണ്ടത് എന്ന് ആദ്യമേ സമൂഹത്തിന് ഒരു ചിന്ത ഉണ്ടാകും.
ആ ചിന്തക്ക് അധിഷ്ഠിതമായിട്ടായിരിക്കും ആ കുട്ടിയെ വളർത്തുക. ഇതാണ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാല് അല്ലെ. ആ കുട്ടി വിചാരിക്കുന്ന മാതിരിയാണോ വളരുന്നത്? അല്ല, മറിച്ച് ആ കുട്ടി മെയിൽ ആയതുകൊണ്ട് ആ കുട്ടി എങ്ങനെയാകണം എന്ന് സമൂഹം ആദ്യമേ കരുതിയിട്ടുണ്ടാകും. ആ കോലത്തിലാണ് പിന്നെ കുട്ടി വളർന്നു വരുന്നത്. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് കാനലൈസേഷൻ. കാനലൈസേഷൻ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ദി യൂസ് ഓഫ് ദി മെറ്റീരിയൽ ഒബ്ജക്ട്സ് ഇൻ എ ചൈൽഡ് ഗ്രോത്ത് ലൈക്ക് ഡോൾസ് ആൻഡ് ഗൺ. നമ്മൾ കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ മെറ്റീരിയൽ ഒബ്ജക്റ്റുകൾ കൊടുക്കുമല്ലോ അല്ലെ. ഇപ്പം പാവ, ഒരു ഡോൾസ്, പാവകൾ നമ്മൾ ആർക്കാ കൊടുക്കുക? പെൺകുട്ടികൾക്കാണ് പലപ്പോഴും കൊടുക്കുക അല്ലെ. പെൺകുട്ടികളാണ് പാവകളെ കൊണ്ട് കളിക്കുക. അതേപോലെ എന്താ പറയാ, അവരെ കുഞ്ഞിനെ പോലെ ആട്ടിയിട്ട് ഉറക്കുക. അതേസമയം ആണിന്റെ കയ്യിൽ നമ്മൾ എന്താ കൊടുക്കുക? മെയിലിന്റെ കയ്യിൽ നമ്മൾ കൊടുക്കല് ഗണ്ണായിരിക്കും, തോക്കായിരിക്കും, വെടിവെച്ച് കളിക്കുന്ന അല്ലെ. ഇതൊരു ഈ ഒരു വ്യത്യാസം, കാനലൈസേഷൻ. നമ്മൾ എന്ത് മെറ്റീരിയൽ ഒബ്ജക്ട് കൊടുത്തിട്ടാണ് അവരെ വളർത്തുന്നത്, അവർക്ക് കളിക്കാൻ കൊടുക്കുന്നത്, ഇത് സ്വാഭാവികമായിട്ട് അവരെ എന്താക്കുന്നുണ്ട്? ജെൻഡർ സോഷ്യലൈസേഷൻ അവരിൽ വർക്ക് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. മൂന്നാമത്തത് വെർബൽ അപ്പിലേഷൻ. വെർബൽ അപ്പിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പോൺസസ് ഓഫ് ജെൻഡർ സ്പെസിഫൈഡ്. നമ്മൾ ആണുങ്ങളോട് പറയണ വർത്താനം പെണ്ണുങ്ങളോട് പറയണ വർത്താനം തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? ഉണ്ടാവാറുണ്ട്. ആണുങ്ങളോട് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ഹൗ യു ആർ എ ബ്രേവ്, എന്ത് ധീരനാണ് ഈ എന്നായിരിക്കും നമ്മൾ ചോദിക്കുക. അതേസമയം സ്ത്രീകളോട് നമ്മൾ അത്ഭുതത്തോട് കൂടിക്കല് ഹൗ യു യു ആർ വെരി ബ്യൂട്ടിഫുൾ, വളരെ ഗ്ലാമർ ഉണ്ട്, അല്ലെങ്കിൽ വളരെ ഭംഗിയുണ്ട്, ഇതൊക്കെയായിരിക്കും നമ്മൾ സ്ത്രീകളോട് പറയാം. ഇത് രണ്ടും ഈ വെർബൽ അപ്പിലേഷൻ. നമ്മൾ എന്താണ് സ്ത്രീയോടും മെയിലിനോടും ഫീമെയിലിനോടും പറയുന്നത്, ഇത് അവരിൽ ജെൻഡർ സോഷ്യലൈസേഷനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ടിവിറ്റി എക്സ്പോഷർ. ചിൽഡ്രൻ എക്സ്പോസ്ഡ് ടു ട്രഡീഷണൽ മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ആക്ടിവിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആക്ടിവിറ്റി എക്സ്പോഷർ. എന്ത് ചെയ്യണം? ഉദാഹരണം, സ്ത്രീയെ കുറിച്ച് നമ്മൾ വിചാരിക്കല് സ്ത്രീ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? മമ്മിയെ സഹായിക്കണം വീട്ടിന്റെ ഉള്ളില്. ആണെന്ത് ചെയ്യണം? ആണ് പുറത്തു പോയിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വല്ലതിന്റെ മാനേജർ ആവണം. പിന്നെ ആ കുടുംബത്തിന്റെ എന്ത് പറയണം, ലിയബിലിറ്റീസ് മുഴുവനും ഏറ്റെടുക്കണം. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഈ കാര്യങ്ങളിലൂടെ മാനിപ്പുലേഷൻ, കാനലൈസേഷൻ, വെർബൽ അപ്പിലേഷൻ, ആക്ടിവിറ്റി എക്സ്പോഷർ തുടങ്ങിയ സാധനങ്ങളിലൂടെയാണ് ഈ പറയുന്ന ജെൻഡർ സോഷ്യലൈസേഷൻ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് എന്നാണ് റൂത്ത് ഹാലി പറയുന്നത്. ആൻഡ് നെക്സ്റ്റ്, ജെൻഡർ ആസ് എ ഹയറാർക്കി. നമ്മളിപ്പം ജെൻഡർ സോഷ്യലൈസേഷൻ എങ്ങനെ വരുന്നു എന്നൊക്കെ പറഞ്ഞു. അടുത്ത ജെൻഡർ ആസ് എ ഹയറാർക്കി. ജെൻഡർ ഉണ്ട്, ജെൻഡർ ഈസ് ആൾസോ മാറ്റർ. നമ്മളിപ്പോ പറഞ്ഞതുപോലെ ജെൻഡർ ഒരു സോഷ്യൽ ആയിട്ട് ഉണ്ടാവും എന്ന് പറയുന്നതിനപ്പുറം ജെൻഡർ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഹയറാർക്കി രൂപപ്പെടുന്നുണ്ട്. ഹയറാർക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലോ, സമൂഹത്തിൽ ഫസ്റ്റ് ഇങ്ങനെ, പിന്നെ അങ്ങനെ ഏറ്റവും മേധാവിത്വമുള്ള ഒരു ടീം ഉണ്ടാകും. ആ മേധാവിത്വമുള്ള ടീമായിരിക്കും, ഡൊമിനന്റ് ആയ ടീമായിരിക്കും പിന്നെയുള്ള അടിയിലുള്ള എല്ലാവരെയും ഭരിക്കുക. അവര് പറഞ്ഞതനുസരിച്ചായിരിക്കും ജീവിക്കുക. അങ്ങനെയുള്ള ഒരു സമൂഹമായിരിക്കും രൂപപ്പെടുക. അതേപോലെ ഒരു സമൂഹത്തിൽ ഒരു ഹയറാർക്കി രൂപീകരിക്കപ്പെടാൻ ഈ ജെൻഡർ കാരണമാകുന്നുണ്ട് എന്നാണ് ജെൻഡർ ആസ് എ ഹയറാർക്കി എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പരാമർശിക്കുന്നത്. ഈ സിസ്റ്റം, ദി സിസ്റ്റം ഓഫ് ജെൻഡർ സ്ട്രാറ്റിഫിക്കേഷൻ, ജെൻഡറിനെ ഹയറാർക്കി സ്ട്രാറ്റിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ശ്രേണീകരണം എന്നാണ്. ശ്രേണീകരണം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരാള്, പിന്നെ അതിന്റെ മുകളിൽ വേറൊരു ടീം, പിന്നെ അതിന്റെ മുകളിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഈ ടീം, ഇങ്ങനെയുള്ള ഒരു ജെൻഡർ ഓറിയന്റഡ് ആയ സ്ട്രാറ്റിഫിക്കേഷൻ നിലവിൽ സമൂഹത്തിൽ നടക്കുന്ന ആ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് പാട്രിയാർക്കി എന്ന് പറയുന്നത്. എന്താ പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ? മെയിൽ ഡോമിനേറ്റഡ് ഫാമിലി ആൻഡ് സൊസൈറ്റി. സമൂഹമോ കുടുംബമോ അതെന്തോ ആയിക്കോട്ടെ, സമൂഹമായാലും കുടുംബമായാലും അതെല്ലാം ആണധികാരത്തിലാണ് നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനാണ് പാട്രിയാർക്കി എന്ന് പറയാം. ജെൻഡർ സ്ട്രാറ്റിഫിക്കേഷൻ ഓറിയന്റഡ് ആയ ഇക്കാലഘട്ടങ്ങളിൽ നിലനിൽക്കുന്ന സിസ്റ്റാണ് പാട്രിയാർക്കി. അപ്പൊ ഈ പാട്രിയാർക്കി എങ്ങനെയാണ് സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു കമല ബാസിൻ എന്ന് പറഞ്ഞാല് പ്രൊമിനന്റ് ആയ ഫെമിനിസ്റ്റ് ആണ്. ഈ പറയുന്ന പാട്രിയാർക്കിയെ കുറിച്ച് നന്നായിട്ട് പഠിച്ചൊരു സ്ത്രീയാണ്, സ്കോളറാണ്. അക്കോർഡിംഗ് ടു കമല ബാസിൻ, പാട്രിയാർക്കി ഓപ്പറേറ്റ്സ് ത്രൂ ദി മെയിൽ കൺട്രോൾ ഓഫ്. പാട്രിയാർക്കി, ഒരു സമൂഹത്തിൽ ആണധികാരം, പാട്രിയാർക്കി നിലനിൽക്കുന്നത് ഈ കുറച്ച് കാര്യങ്ങളിലൂടെയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ദി മെയിൽ കൺട്രോൾ ഓഫ്, ആണുങ്ങൾ എന്തൊക്കെ നിയന്ത്രിക്കുന്നതിലൂടെയാണ് പാട്രിയാർക്കി ഉണ്ടാകുന്നത്? ആണുങ്ങൾ നിയന്ത്രിക്കുന്നത്, ഒന്ന് വിമൻസ് പ്രൊഡക്ഷൻ. വിമൻസിന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് വിമൻസ് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് സാമ്പത്തികമായിട്ട് അവർ ഉണ്ടാക്കേണ്ട, സാമ്പത്തികമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമ്മൾ ഈ പറയണ ഈ എന്താ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. ഇപ്പൊ നമ്മൾ പറയല്ലോ, ഇപ്പൊ വീട്ടിന്റെ ഉള്ളിലുള്ള നെയ്ത്തുകൾ പലപ്പോഴും സ്ത്രീകളൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പം വിമൺ പ്രൊഡക്ഷൻ എന്താകണം എന്നുള്ളത് ആണുങ്ങൾ കൺട്രോൾ ചെയ്യുക. അപ്പം കൂടുതൽ പുറത്തേക്കുള്ള വലിയ വലിയ പ്രൊഡക്ഷൻ ഒരു പക്ഷേ സ്ത്രീകൾ പോയിക്കൊള്ളണമെന്നില്ല, വലിയ വലിയ ഫാക്ടറികളിൽ സ്ത്രീകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം ഈ വിമൺ പ്രൊഡക്ഷൻ ആര് കൺട്രോൾ ചെയ്യുന്നു? മെയിൽ കൺട്രോൾ ചെയ്യുന്നു. രണ്ടാമത്തത് റീപ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ, റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ അതിന് ശേഷം വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുട്ടികളെ വളർത്തുക എന്നൊക്കെ പറഞ്ഞാലൊക്കെ റീപ്രൊഡക്ഷനിൽ വരും. ഇത് സ്ത്രീകളുടെ ഡ്യൂട്ടി
തീർച്ചയായിട്ടും അത് മെയിൽ കൺട്രോൾ ചെയ്യണത് നിങ്ങളാണ് ചെയ്യേണ്ടത് അതിലൂടെ. മറ്റൊന്ന് സെക്ഷാലിറ്റി, ലൈംഗികത. ലൈംഗികതയെ നിർണ്ണയിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ശേഷം എന്താണ് ലൈംഗികത എന്നുള്ളത് ചർച്ച വരുന്നുണ്ട്. എനിവേ സെക്ഷാലിറ്റി, സ്ത്രീകള് ആണിന് വിചാരിക്കുമ്പോഴേക്ക് സ്ത്രീകൾ എന്ത് ചെയ്യുക, ലൈംഗികതകൾക്ക് നിന്നൊടുക്കുക. സ്ത്രീകൾക്ക് ഒരുപക്ഷെ ലൈംഗികതയിൽ എന്തുണ്ടാകൂല, ഒരു ലിബർട്ടി ഉണ്ടാവില്ല, ഒരു ഫ്രീഡം ഉണ്ടാകൂല. ആ രീതിയിലുള്ള ഒരു കൺട്രോളിങ് മെയിൽ നടത്തുക. അതേപോലെ തന്നെ മൊബിലിറ്റി, ചലനം, സ്ത്രീകൾ എങ്ങോട്ട് പോവുക, എപ്പം പോവുക എന്നൊക്കെ പറയുന്ന അതൊക്കെ ആണുങ്ങൾ നിയന്ത്രിക്കുക. മറ്റൊന്ന് പ്രോപ്പർട്ടി, സമ്പത്ത്. സ്ത്രീകൾക്ക് കൂടുതൽ സമ്പത്ത് വേണ്ട, ഇന്റെ സമ്പത്തിൽ ജീവിച്ചാൽ മതി എന്ന ആ മെയിലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒബ്ജക്ഷൻസ് ഉണ്ടല്ലോ, ഇതാണ് ഈ പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാമൂഹികവും സാംസ്കാരികവുമായ സംവിധാനങ്ങൾ. ഈ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് മീഡിയ, ഒരു ആണാധിപത്യത്തിലുള്ള മീഡിയ ആയിരിക്കും. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങൾ ആണാധിപത്യത്തിലുള്ള ഏകാരം. അപ്പൊ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ആരായിരിക്കും നിയന്ത്രിക്കുക? മെയിലാണ് നിയന്ത്രിക്കുക. ഇതെല്ലാം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അതൊരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയിട്ട് മാറും. അപ്പൊ പാട്രിയാർക്കൽ സൊസൈറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കമലാബാസിൻ നിർണ്ണയിക്കുന്നത്, ഡിഫൈൻ ചെയ്യുന്നത് ഇപ്പറഞ്ഞ സാധനങ്ങളിലൂടെയാണ്. മെയിൽ കൺട്രോൾ ചെയ്യുക എന്തൊക്കെ? ഒന്ന് വിമൻസിന്റെ പ്രൊഡക്ഷൻ, മറ്റൊന്ന് വിമൻസിന്റെ റീപ്രൊഡക്ഷൻ, മറ്റൊന്ന് സെക്ഷാലിറ്റി, മറ്റൊന്ന് മൊബിലിറ്റി, പ്രോപ്പർട്ടി ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ പറയുന്ന സാധനങ്ങളൊക്കെ ആണുങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ആകുക. മറ്റൊന്ന് സിൽവിയ വൽബി എന്ന് പറയുന്ന ഇതേപോലെ തന്നെ ഫെമിനിസ്റ്റ് സ്കോളറാണ്. അദ്ദേഹം തന്റെ പുസ്തകമായ തിയറൈസിംഗ് പാട്രിയാർക്കി എന്ന് പറയുന്ന പുസ്തകത്തിൽ പാട്രിയാർക്കിയെ ഡിഫൈൻ ചെയ്യുന്നത് എ സിസ്റ്റം ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രാക്ടീസസ് ഇൻ വിച്ച് മെൻ ഡൊമിനേറ്റ്സ്, ഒപ്രസസ് ആൻഡ് എക്സ്പ്ലോയിറ്റ്സ് വിമൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു സിൽവിയ വൽബി ചെയ്യുന്നത് പാട്രിയാർക്കിയെ ഡിഫൈൻ ചെയ്യാണ്. പാട്രിയാർക്കിയെ ഡിഫൈൻ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് സിസ്റ്റം ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രാക്ടീസസ്, ഒരു സിസ്റ്റമാണ്. അത് കഴിഞ്ഞില്ല, ഇൻ വിച്ച്, ആ സിസ്റ്റത്തിൽ മെൻ ഡോമിനേറ്റ്സ്, ഓപ്രസസ് ആൻഡ് എക്സ്പ്ലോയിറ്റ്സ് വിമൻ. മെന്നിനാണ് ആധിപത്യം ഉള്ളത്, കഴിഞ്ഞില്ല. ഒപ്രസസ്, അതിൽ അടിച്ചമർത്തുന്നു, ആൻഡ് എക്സ്പ്ലോയിറ്റ്, ചൂഷണം ചെയ്യുന്നു, വിമണ്, സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന, സ്ത്രീകളെ അടിച്ചമർത്തുന്ന ആണുങ്ങളുടെ ആധിപത്യമുള്ള സംവിധാനത്തിന്റെ പേരാണ് പാട്രിയാർക്കി എന്നാണ് സിൽവിയ വൽബി തന്റെ പുസ്തകമായ തിയറൈസിംഗ് പാട്രിയാർക്കിയിലൂടെ പറയുന്നത്. സിൽവി വൽബി എന്ന് പറയുന്ന ഈ ഫെമിനിസ്റ്റ് സ്കോളർ 6 സ്ട്രക്ചേഴ്സിലൂടെയാണ് പാട്രിയാർക്കി വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് 6 സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ 6 ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, പ്രൊഡക്ഷൻ റിലേഷൻ ഇൻ ഹൗസ് ഹോൾഡ്. വീട്ടിന്റെ ഉള്ളിൽ എങ്ങനെയാണ് പ്രൊഡക്ഷൻ സാധ്യമാവുന്നത്? ആരാണ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് സ്ത്രീകൾക്ക് ഇന്നതാവണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കല്ലോ. വീട്ടിനുള്ളിലെ പ്രൊഡക്ഷൻ റിലേഷൻ, അതൊന്ന് ഈ പറയുന്ന പാട്രിയാർക്കിയെ നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്ത്രീകളെ പണിക്ക് വിടാതിരിക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾ എടുക്കുന്ന പണിക്ക് വാല്യൂ ഇല്ലാതിരിക്കുക, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. രണ്ടാമത്തേത് പെയ്ഡ് വർക്ക്. പെയ്ഡ് വർക്ക് സ്വാഭാവികമായിട്ട് ആണുങ്ങളെ പെയ്ഡ് വർക്ക് ചെയ്യുള്ളൂ, സ്ത്രീകൾ പെയ്ഡ് വർക്ക് ചെയ്യൂല. ഇതും മറ്റൊരു കാരണമാണ്. മൂന്നാമത്തത് ദി പാട്രിയാർക്കൽ സ്റ്റേറ്റ്. നിലനിൽക്കുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, ഗവൺമെന്റ് പറഞ്ഞാൽ അതെന്തായിരിക്കും? ഒരു ആണാധിപത്യത്തിലുള്ളതായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി ഈ ആണാധിപത്യത്തിലുള്ള സ്റ്റേറ്റ് ആണധികാരങ്ങളെ പ്രത്യേകിച്ച് അഡ്രസ് ചെയ്യൂല, അവരെ നിർമാർജനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂല. ഇതൊരു കാരണമാണ്. മറ്റൊന്ന് മെയിൽ വയലൻസ്, ആണുങ്ങളുടെ അക്രമങ്ങൾ. സ്വാഭാവികമാണ്, ആണുങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, ആണുങ്ങളുടെ ഒരു ഭാഗത്തുനിന്ന് പലപ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസുകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ചരിത്രം. സ്ത്രീകളെ ഭാഗത്തുനിന്ന് ആണുങ്ങളെക്കാൾ ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് സ്ത്രീകൾക്കുള്ള വയലൻസ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. ഇത് അതിനെ നിർണ്ണയിക്കുന്നുണ്ട്. മറ്റൊന്ന് പാട്രിയാർക്കൽ റിലേഷൻ ഇൻ സെക്ഷാലിറ്റി. സെക്ഷാലിറ്റിയിലുള്ള ഒരു ആണാധിപത്യ ബന്ധം. സെക്ഷാലിറ്റി അഥവാ നമ്മൾ ലൈംഗികതയിൽ ആർക്കായിരിക്കും കൂടുതൽ ഡൊമിനൻസി ഉണ്ടാവുക? ആണിനാണ് പെണ്ണിനാണ്? ആണിനാണ് ഉണ്ടാവുക. ആണിന് തോന്നുന്ന അവസരങ്ങളിലാണ് സെക്ഷാലിറ്റിയുടെ ലൈംഗികതകൾ വർക്ക് ചെയ്യുക. സ്ത്രീക്ക് തോന്നുമ്പോൾ ഒരു പക്ഷെ ആണിനെ വിളിച്ച് അത് അത്രയും ഫ്രണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നതിലില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത്. ആൻഡ് പാട്രിയാർക്കൽ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പാട്രിയാർക്കൽ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആണാധികാരങ്ങളെ നിലനിർത്തുന്ന സാംസ്കാരികമായ സംവിധാനങ്ങൾ. അതേതൊക്കെയാണ്? നമ്മളിപ്പോ പറയണ പോലെ മീഡിയകൾ ഉണ്ടാകും, സ്കൂളുകൾ ഉണ്ടാകും, എഡ്യൂക്കേഷൻ സംവിധാനങ്ങൾ ഉണ്ടാകും, ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകും. ഇതൊക്കെ ഈ ഒരു രീതിയിൽ നിലനിൽക്കുന്നതാണ്. ഷീ ക്ലാസിഫൈസ് ഹൈറാർക്കി ആസ് എ പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. സിൽവി വൽബി ചെയ്യുന്ന അടുത്തൊരു പരിപാടി, ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പബ്ലിക്കിൽ മാത്രമല്ല പ്രൈവറ്റിലും ഉണ്ട്. പബ്ലിക്കിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അധികാരങ്ങളായിരിക്കും. അധികാരങ്ങൾ ആണുങ്ങൾ നോക്കുക, അതിന്റെ അടിയിൽ പെണ്ണ്, അങ്ങനത്തെ ആ ഹൈറാർക്കി ആയിരിക്കും. പ്രൈവറ്റിലും ഉണ്ടാകാം. പ്രൈവറ്റിൽ വീട്ടിന്റെ ഉള്ളിലാണ്. വീട്ടിന്റെ ഉള്ളിൽ ഒരുപക്ഷെ പണികൾ മുഴുവൻ എടുക്കുന്ന സ്ത്രീകളാണെങ്കിൽ കൂടി വീടിനുള്ളിലെ ഹൈറാർക്കി ഒരുപക്ഷെ പോകല് പെണ്ണിനെതിരായിട്ട് തന്നെ ആയിരിക്കും. ആണുങ്ങൾക്കായിരിക്കും അവിടുത്തെയും പവർ ഉണ്ടാവും. അതുകൊണ്ടാണ് ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ വർദ്ധിക്കപ്പെടാനുള്ള കാരണം. RW കോണൽ എന്ന് പറയുന്ന അതും ഇതുപോലെ തന്നെ ഫെമിനിസ്റ്റ് സ്കോളറാണ്.
അദ്ദേഹം 3 ആസ്പെക്റ്റുകൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ പറയുന്ന ജെൻഡർ ഓറിയന്റഡ് ആയിട്ടുള്ള പവർ റിലേഷൻ നിർവഹിക്കുന്നത്, സമൂഹത്തിൽ എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് 3 കാരണങ്ങളാലാണ്. ഈ 3 കാരണത്തിൽ ഒന്നാമത്തത് ലേബർ ആണ്. ലേബർ എന്ന് പറഞ്ഞാൽ ജോലി, വർക്ക്. ഈ വർക്കിൽ ആണുങ്ങൾ എത്രത്തോളം ഇറങ്ങുന്നു, പെണ്ണുങ്ങൾ എത്രത്തോളം ഇറങ്ങുന്നു എന്നുള്ളതാണ് എന്താ പറയാ ജെൻഡർ ഓറിയന്റഡ് ആയിട്ടുള്ള പവർ റിലേഷൻ സമൂഹത്തിൽ രൂപപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത് പവറാണ്. പവർ പറഞ്ഞാൽ അധികാരത്തിൽ എത്രത്തോളം ആണുങ്ങൾ എങ്ങനെയൊക്കെ ഇറങ്ങുന്നുണ്ട്, അധികാരത്തിൽ പെണ്ണുങ്ങൾ എത്രത്തോളം എങ്ങനെയൊക്കെ ഇറങ്ങുന്നുണ്ട്. മൂന്നാമത്തത് കാത്തക്സിസ്. കാത്തക്സിസ് എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് എന്നൊക്കെയാണ് അർത്ഥം. അഥവാ ഇമോഷണൽ കപ്പാസിറ്റികൾ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എത്രത്തോളം ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇമോഷണൽ സ്റ്റെബിലിറ്റി കൂടുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് ഈ 3 കാര്യങ്ങളാണ് എന്താ പറയാ ജെൻഡർ ഓറിയന്റഡ് ആയിട്ടുള്ള പവർ റിലേഷൻ സമൂഹത്തിൽ രൂപപ്പെടാനുള്ള കാരണമായിട്ട് നിലനിൽക്കുന്നത് എന്ന് RW കാനൽ പറയുന്നു. പിന്നെ അടുത്തത് ഇതൊക്കെ സോഷ്യൽ എന്താ പറയാ ജെൻഡർ ആസ് എ ഹെയറാർക്കി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കീഴിൽ അല്ലെങ്കിൽ ആ സബ് തീമിന്റെ കീഴിൽ നമ്മൾ പറയുന്ന കേട്ടോ. അഥവാ ഹെയറാർക്കി രൂപീകരണത്തിൽ പല രീതിയിലുള്ള ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. അത് പല സ്കോളേഴ്സ് പല രീതിയിൽ അഡ്രസ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ ഈ പറയുന്നതോട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നിവേദ മേനോൻ, അതൊരു ഇന്ത്യൻ ഫെമിനിസ്റ്റ് സ്കോളർ ആണ്. അദ്ദേഹം പറയുന്നത് എ മെയിൻ സ്ട്രീം ഡൊമിനന്റ് ഇന്ത്യൻ ഫാമിലി, ഒരു സാധാരണ ഒരു മെയിൻ സ്ട്രീമിലുള്ള മുഖ്യധാരയിലുള്ള ഒരു ഇന്ത്യൻ കുടുംബത്തിൽ ഈ 3 ഫീച്ചേഴ്സ് എന്തായാലും ഉണ്ടാവും. ഏതൊക്കെയാണ് ആ 3 ഫീച്ചേഴ്സ്? ഒന്ന് പാട്രിയാർക്കിയാണ്. പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ ആണധികാരം. അവിടെയുള്ള അധികാരം അല്ലെങ്കിൽ അവിടുത്തെ ആധിപത്യമൊക്കെ ആർക്കായിരിക്കും? ആണുങ്ങൾക്കായിരിക്കും, ഉപ്പാക്കായിരിക്കും. ഇതാണ് പാട്രിയാർക്കി. മറ്റൊന്ന് പാട്രിലീനി, പിതാവ് വഴിയായിരിക്കും താവഴി പോരുക. ഉദാഹരണത്തിന് കുടുംബത്തിന്റെ പേര് ഉമ്മയിലൂടെയാണോ അമ്മയിലൂടെയാണോ നിൽക്കുക അല്ലെങ്കിൽ പിതാവിലൂടെയാണോ നിൽക്കുക? അത് നോക്കിയാൽ മതി. പിതാവിലൂടെ ആയിരിക്കും നിൽക്കുക, മാതാവിലൂടെ അല്ല. അല്ലെ? നമ്മളെ നാടുകളിലൊക്കെ പിതാവിന്റെ സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുക? മകൻ സൺ ഓഫ് എന്നാണ് പറയാ, അല്ലെ? ആരെങ്കിലും എന്താ പറയാ സൺ ഓഫ് മദർ ചെയ്തോ? ഇല്ലല്ലോ. സൺ ഓഫ് ഫാദർ അല്ലേ ചെയ്തോളൂ. ഇതാണ് പാട്രിലിനി. ഈ താവൈ രൂപപ്പെടുന്നത് പിതാവ് വഴിയായിരിക്കും. മറ്റൊന്ന് വിറിലോക്കാലിറ്റി. വിറിലോക്കാലിറ്റി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ, മാരേജ് കഴിഞ്ഞാൽ സ്ത്രീ എങ്ങോട്ട് പോകണം? ആണിന്റെ വീട്ടിലേക്ക് പോകണം. ഇതാണ് പൊതുവെ ഉള്ളത്. ഇതിന് അപവാദമായിട്ടുള്ള ഇതൊന്നും ഇല്ലാത്ത വേറെ ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നിവേദനം പറയുന്നത് ഡൊമിനന്റ് ഇന്ത്യൻ ഫാമിലീസ്, മെയിൻ സ്ട്രീം ഡൊമിനന്റ് ഇന്ത്യൻ ഫാമിലീസ് ഈ പറയുന്ന പാട്രിയാർക്കിയോ പാട്രിലിനിയോ വിട്രിലോക്കാലിറ്റിയോ ഉള്ള സമൂഹങ്ങളായിരിക്കും എന്ന്. ഇനി അടുത്തത് ജെൻഡർ ആൻഡ് ലേബറിനെ കുറിച്ചാണ്. ജെൻഡറും ലേബറും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? അല്ലെ? സ്വാഭാവികമാണ്. തൊഴിലിടങ്ങളെ എന്തായാലും ജെൻഡർ നിർണ്ണയിക്കുന്നുണ്ട്. ജെൻഡർ ആണുങ്ങൾക്ക് ചില പണി കിട്ടും, പെണ്ണുങ്ങൾക്ക് ചില പണി കിട്ടും. പെണ്ണുങ്ങൾക്ക് ചില പണി കിട്ടൂല, ചില പണി ചെയ്യാൻ പറ്റൂല. മാത്രമല്ല ആണുങ്ങൾ ചെയ്യുന്ന പണിക്ക് വാല്യൂ കൂടും. അങ്ങനെയും കൂടി ഉണ്ട്. സമൂഹം ഉണ്ടാക്കിയെടുത്ത വേറൊരു സാധനമാണ്, അല്ലെ? പെണ്ണുങ്ങൾ എടുത്താൽ വാല്യൂ കുറയാൻ ചെയ്യും. ഒരേ പണി തന്നെ ചിലപ്പോൾ ആണെടുത്താൽ ശമ്പളം കൂടും, സ്ത്രീയാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ, സ്ത്രീയാണ് കാൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ശമ്പളം കുറയും. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സമൂഹത്തിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. കമലാബാസിനെ നമ്മളിപ്പം പരാമർശിച്ചു. കമലാബാസിനെ അദ്ദേഹം ലേബറിന്റെയും ജോലിയുടെയും തൊഴിലിടങ്ങളുടെയും ജെൻഡറിന്റെയും ഇടയിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം അത് 3 കാറ്റഗറികളിലായിട്ടാണ് അഡ്രസ് ചെയ്യുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. ഒന്നാമത്തത് പ്രൊഡക്ഷൻ ആണ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് എന്താ പറയാ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്തൊക്കെ ഗുഡ്സും സർവീസസും എന്തൊക്കെയാ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് നടത്തുന്നുണ്ട്. ഈ പ്രൊഡക്ഷനിൽ എത്രത്തോളം ആണും പെണ്ണും ഭാഗികമാവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വീട്ടിന്റെ ഉള്ളിലുള്ള പ്രൊഡക്ഷനിൽ ഒരുപക്ഷെ ആണിന് റോൾ ഉണ്ടാകാം, ഒരുപക്ഷെ പെണ്ണിന് റോൾ ഉണ്ടാകാം. പെണ്ണിന് റോൾ കൂടുതലുള്ള സ്ഥലം ഉണ്ടാവാം, ആണിന് റോളിന് കൂടുതലുള്ള സ്ഥലം ഉണ്ടാവാം. ഇതൊരു സ്പേസ് ആണ്. ഈ സ്പേസിൽ രണ്ടാൾക്കും ഏകദേശം ഒരേപോലെ റോളുള്ള സ്ഥലമാണ്, അല്ലെ? വീട്ടിന്റെ ഉള്ളിലുള്ളതാകുമ്പോൾ ആ വീട്ടിന്റെ ഉള്ളിലുള്ള പ്രൊഡക്ഷന് സ്ത്രീകൾക്ക് റോൾ ഉണ്ട്, ആണിന് റോൾ ഉണ്ട്. രണ്ടാമത്തത് റീപ്രൊഡക്ഷൻ ആണ്. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ റീപ്രൊഡക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു 2 രീതിയിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ടാവും. ഒന്ന് ബയോളജിക്കൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവും, മറ്റൊന്ന് സോഷ്യൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവും. ബയോളജിക്കൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ഗിവിംഗ് ബർത്ത്, കുട്ടികളെ ഉണ്ടാക്കുക, ജനിപ്പിക്കുക, പ്രസവിക്കുക. ഈ ഒരു പ്രോസസ്സിനാണ് ബയോളജിക്കൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. രണ്ടാമത്തത് സോഷ്യൽ റീപ്രൊഡക്ഷൻ. സോഷ്യൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ആൾ ദി കെയറിംഗ് ആൻഡ് ന്യൂട്രിങ് ആക്ടിവിറ്റീസ്. ഈ കുട്ടിയെ പിന്നെ നോക്കുന്ന, പരിപാലിക്കുന്ന, ഫുഡ് കൊടുക്കുന്ന, ഇതൊക്കെ ഈ സോഷ്യൽ റീപ്രൊഡക്ഷനിൽ പെട്ടു. അപ്പൊ ഈ ബയോളജിക്കൽ റീപ്രൊഡക്ഷൻ എന്തായാലും സ്ത്രീകൾക്കേ ഉണ്ടാവുള്ളൂ. പക്ഷേ സോഷ്യൽ റീപ്രൊഡക്ഷൻ സ്ത്രീകളുടേതാണെന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ പിന്നെന്താവും? അവർക്ക് പല രീതിയിലും ഈ പറയുന്ന തൊഴിലിടങ്ങളിൽ ഇറങ്ങി വരാൻ പറ്റൂല. കാരണം എന്താ? തൊഴിലിടങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ ഈ പറയുന്ന കുട്ടിയും കാര്യങ്ങളും ഉണ്ട്, അതിന് ശേഷം വിശദീകരിക്കുന്നുണ്ട്. കുട്ടിയും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബാരിയർ ആലോചിച്ചിട്ട് പോലെ ആരും പണിക്കെടുക്കൂല. ഇങ്ങനെ ഒന്നാമത്തെ പ്രൊഡക്ഷൻ വീട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന സാധനത്തിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഏകദേശം ഒരേമാതിരി റോൾ ഉണ്ടാവും. റീപ്രൊഡക്ഷനിൽ സ്ത്രീകൾ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തേത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറി. ഈ കമ്മ്യൂണിറ്റി പറഞ്ഞ കാറ്റഗറിയിൽ സമൂഹത്തെ അല്ലെങ്കിൽ എന്താ പറയാ സമൂഹത്തെ റൺ ചെയ്യാൻ
അത് സമൂഹം നടന്നു പോകണമെന്നുണ്ടെങ്കിൽ, സമൂഹം ഇങ്ങനെ ചലിക്കണം എന്നുണ്ടെങ്കിൽ, അതിനൊന്ന് ഓർഗനൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആവശ്യമായ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഗവൺമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് ഇത്തരം സാധനങ്ങളാണ് കമ്മ്യൂണിറ്റി വർക്കിന്റെ കീഴിൽ ഇദ്ദേഹം കൊണ്ടുവരുന്നത്. ഇതില് പലപ്പോഴും ആണുങ്ങൾക്കായിരിക്കും ഡൊമിനൻസ് ഉണ്ടാവുക, പെണ്ണുങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാവൂല. ദി ജോബ് ഡൺ ബൈ മെയിൽ ഈസ് മോർ വാല്യബിൾ. ഇതാണ് നേരത്തെ പറഞ്ഞത്. നമ്മൾ എന്താ പറയാ, ആണുങ്ങൾ ചെയ്യുന്നതാണോ എന്നാൽ അതിനൊരു വാല്യൂ കൂടും, സ്ത്രീകൾ ചെയ്യുന്നതാണെങ്കിൽ വാല്യൂ കുറയും, സാലറി ചിലപ്പോൾ കുറക്കും. അല്ലെങ്കിൽ ഇജ് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ, വീട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളോട് ഇത് വളരെ ഈസി ആയിരിക്കുമല്ലോ എന്ന് പോലെയുള്ള നമ്മളെ ലാഘവത്തോടു കൂടെയുള്ള സംസാരങ്ങളൊക്കെ, ഇതൊക്കെ ഈ ഒരു കൺസ്ട്രക്ഷന്റെ മുകളിൽ വരുന്നതാണ്. ആൻഡ് ദി ലാസ്റ്റ്, ദി ലിമിറ്റേഷൻ ലൈറ്റർ പ്രൊഡ്യൂസേഴ്സ് ഗ്ലാസ് സീലിംഗ് ബിക്കോസ് ഓഫ് മമ്മി ഡ്രഗ്. ഇതൊരു വലിയ സാധനമാണ്. ദാറ്റ് മീൻസ് നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഇങ്ങനെ റീപ്രൊഡക്ഷനിലൊക്കെ കൊണ്ടുപോയിട്ട് സ്ത്രീകൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക, ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം വരും. ഗ്ലാസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ സ്ത്രീകള് ഒരു നല്ലൊരു ജോലി, നല്ല കഴിവൊക്കെ കിട്ടി വളരെ പഠിച്ച് സ്കിൽ ഓറിയന്റഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ടാലും അവരിനി ജോലിക്ക് ഹയർ ചെയ്യുമ്പോൾ ആണിനേക്കാൾ കൂടുതൽ ഈ സ്ത്രീയേക്കാൾ കൂടുതൽ എന്തായാലും ആണിനെ പരിഗണിക്കും. എന്തുകൊണ്ട് എന്ന് അറിയോ? അവിടെ ഒരു ഗ്ലാസ് സീലിംഗ് ഉണ്ട്. എന്താ ഗ്ലാസ് സീലിംഗ്? ഗ്ലാസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ മറച്ചു വെക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? മമ്മി ട്രാക്ക് കൊണ്ട് ഉണ്ടാവുന്നത്. മമ്മി ട്രാക്ക് പറഞ്ഞാൽ ഭാവിയിൽ ഈ സ്ത്രീക്ക് കുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ നോക്കേണ്ട ഉത്തരവാദിത്തം, നോക്കലും പരിപാലിക്കലും ഒക്കെ സമൂഹം കൊടുത്തത് ഈ പെണ്ണിനാണ്, അല്ലെ? അപ്പൊ ഈ പെണ്ണ് സ്വാഭാവികമായിട്ട് ഈ ജോലി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ജോലിയിൽ അശ്രദ്ധയാകുന്ന സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷെ ലോങ് ലീവ് വേണ്ടി വരും. പ്രസവം പോലെയുള്ള സാധനങ്ങൾക്ക് ലോങ് ലീവ് വേണ്ടി വരും. അപ്പൊ ഏറ്റവും ബെറ്റർ ജോലി കൊടുക്കാതിരിക്കണതാണ്. അതുകൊണ്ട് ആണിനെ മുന്തിപ്പിക്കുക, ആണിനെ നമ്മൾ പ്രിഫർ ചെയ്യുക. ഇത്തരം സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യും ലേബറിൽ, തൊഴിലിടങ്ങളിൽ. അതാണ് ഈ പറയുന്ന ലേബറും ജെൻഡറും തമ്മിലുള്ള റിലേഷൻ സംസാരിക്കുമ്പോൾ സംസാരിക്കാനുള്ളത്. ആൻഡ് ദി ലാസ്റ്റ്, ജെൻഡർ ആൻഡ് സെക്ഷാലിറ്റി. സെക്ഷാലിറ്റിയും ജെൻഡറും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? സെക്ഷാലിറ്റി പറഞ്ഞാൽ ലൈംഗികതയാണ്. ലൈംഗികത എന്ന് പറഞ്ഞാൽ ഒരു മെയിൽനെസ് അല്ലെങ്കിൽ ഫീമെയിൽനെസ്, ആണാണ് എന്നുള്ള പുരുഷത്വം അല്ലെങ്കിൽ മറ്റേ സ്ത്രീത്വം ഒക്കെ ബാക്കിയുള്ള ആളുകളോട് തോന്നിയിട്ട് ആ രീതിയിൽ അവരെ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ സ്ത്രീ, നമ്മൾ സ്വാഭാവിക ഓപ്പോസിറ്റ് സെക്സിനോടാണ് നമുക്ക് അട്രാക്ഷൻ ഉണ്ടാവും എന്ന് പറയാം. അപ്പൊ ഞാനൊരു ആണാണ് എന്നുള്ളത് കൊണ്ട് വേറെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഗേളിനോട്, ഒരു 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 ലേഡിയോട് എനിക്ക് അട്രാക്ഷൻ തോന്നുന്ന ആ ഒരു സെൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഉണ്ടല്ലോ, അതിനാണ് സെക്ഷാലിറ്റി, ലൈംഗികത എന്ന് പറയാ. അപ്പൊ പുതിയ കാലത്ത് ഇപ്പൊ ഈ പറയണ ശേഷം വിശദീകരിക്കാനുള്ളതാണെങ്കിൽ കൂടി, പുതിയ കാലത്ത് പല സെക്ഷാലിറ്റി ആണും പെണ്ണും മാത്രമല്ല ഉള്ളത്, മറിച്ച് കുറെ ജെൻഡറുകൾ ഉണ്ട് എന്നൊക്കെ പറയുന്ന വളരെ ഡിബേറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്പേസസ് അവിടെ ഉണ്ട്. അപ്പൊ സെക്ഷാലിറ്റി ഈസ് നോട്ട് ലിമിറ്റഡ് ടു മെയിൽ ആൻഡ് ഫീമെയിൽ ബട്ട് ദർ ഇസ് എ ജെൻഡർ സ്പെക്ട്രം. കുറെ ജെൻഡറുകൾ ഉണ്ട്. അതിൽ ഹെറ്ററോസെക്ഷൽ, ഹോമോസെക്ഷൽ ഐഡന്റിഫൈ, അങ്ങനെ ഒരുപാടുണ്ട് എന്നൊക്കെ ക്ലെയിം ചെയ്യുന്ന പല മൂവ്മെന്റുകൾ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ സത്യം പറഞ്ഞാൽ എന്താ പറയാ, വളരെ ഡിബേറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. അത്തരം സാധനങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അക്കാഡമിക്കലി കൗണ്ടർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എനിവേ, വിമൺ സെക്ഷാലിറ്റി ഈസ് ദി കൺട്രോൾ ആൻഡ് പൊസിഷൻ ഓഫ് മെൻ ഇൻ പാട്രിയാർക്കൽ സൊസൈറ്റി. പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്ത്രീയുടെ ലൈംഗികത കൂടി ആരുടെ കയ്യിലായിരിക്കും, ആരുടെ കൺട്രോളിലായിരിക്കും? ആണുങ്ങളുടെ കൺട്രോളിലായിരിക്കും. അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ പാട്രിയാർക്കൽ സൊസൈറ്റി ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ഒരു വഴി കൂടിയാണ്. ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഘടകം എന്താണ്? ഈ പറയുന്ന മാതിരി ഈ സെക്ഷാലിറ്റി ആരുടെ കൺട്രോളിലാണ് എന്നുള്ളതാണ്. ഈ പറയുന്ന ആണുങ്ങളുടെ കൺട്രോളിലാണ് എന്നുള്ളതാണ്. എനിവേ, ഇതാണ് നമ്മൾ ഇതിലൊക്കെ ചർച്ച ചെയ്തത്. ഒന്ന് സെക്സിനെ കുറിച്ച് ചർച്ച ചെയ്തു, ജെൻഡറിനെ കുറിച്ച് ചർച്ച ചെയ്തു, ജെൻഡർ സോഷ്യലൈസേഷനെ കുറിച്ച് ചർച്ച ചെയ്തു, പാട്രിയാർക്കിനെ കുറിച്ച് ചർച്ച ചെയ്തു, ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബറിനെ കുറിച്ച്, സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബറിനെ കുറിച്ച്, സെക്ഷാലിറ്റിയെ കുറിച്ച്. ഇതൊക്കെയാണ് നമ്മൾ മൊത്തം ഈ യൂണിറ്റ് 1 നമ്മൾ ചർച്ച ചെയ്തത്. എനിവേ, ഇതോടുകൂടെ നമ്മളെ യൂണിറ്റ് 1 അവസാനിക്കുകയാണ്. എനിവേ, താങ്ക് യു. ബൈ ടു നൗ.